ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു സ്ക്വിഷി ഉണ്ടാക്കാം. കോട്ടണും സ്പോഞ്ചൊന്നും ഇല്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇഷ്ടമുള്ളൊരു പിക്ചർ വരച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കവായി ഇമേജാണ് വരയ്ക്കുന്നത്. അതിനുശേഷം അതൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ പേപ്പർ ഒന്ന് മടക്കുക, എന്നിട്ട് ഇതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരേ ഷേപ്പിലുള്ള 2 പീസ് കിട്ടും. ഇനി ഈ രണ്ടാമത്തെ പീസിൻ്റെ ബാക്കിലും ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ആമി, കല്യാണി, ദേവൂട്ടി, നന്ദൂട്ടി, ദേവഹാര, ആദ്യ, ഷെസ, അർബിത, സത്വി, ഹൃദ്യ, ഇത്രയും കുട്ടികൾ ഹായ് പറയാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിനൊരു ഔട്ട്ലൈൻ കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഈ ഒരു പിക്ചറിൻ്റെ മേലെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സെല്ലോ ടേപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ബാക്കിൽ വെക്കുന്ന പേപ്പറിലും നമ്മൾ സെല്ലോ ടേപ്പ് മൊത്തമായി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ 2 പീസസ് ഒരുമിച്ച് വെച്ചിട്ട് സെല്ലോ ടേപ്പിനെ കൊണ്ട് രണ്ടിനെയും ഒരുമിച്ചൊന്ന് ഒട്ടിക്കുക. ഫുള്ളായിട്ട് ഒട്ടിക്കാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ഒട്ടിക്കാൻ. ഇനി നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് റാപ്പ് കട്ട് ചെയ്തെടുക്കുക. കുറേ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ട് അതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം കൂടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മളുടെ സ്ക്വിഷി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല രസമാണ്. നമ്മൾ കോട്ടൺ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോഴും നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.